ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്നതിന് മുമ്പായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില സ്കില്ലുകളെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. Comtech സിസ്റ്റത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് ഫാരിഖ് ഫൈസൽ. ഇതേപോലുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗിനെ പറ്റിയും ടെക് ഫീൽഡിനെ പറ്റിയുള്ള കാര്യങ്ങൾ കൂടുതൽ അറിയാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഈ പറയാൻ പോകുന്ന പോയിന്റ്സിനോടൊപ്പം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ഡിജിറ്റൽ മാർക്കറ്റിംഗിനോടുള്ള പാഷൻ തന്നെയാണ്. ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിതിൽ പല മേഖലകളിലും എത്തിപ്പെടാൻ സാധിക്കുകയുള്ളൂ. ഈ പറയാൻ പോകുന്ന പോയിന്റ്സ് എല്ലാം നമ്മൾ സ്വയം ചെയ്ത് പഠിക്കേണ്ടതാണ്. പ്രാക്ടിക്കലായിട്ട് ചെയ്താണ് നമ്മളൊരു എക്സ്പേർട്ട് ആവുന്നത്. അത് ഈ ഫീൽഡിൽ നിന്നല്ല, ഏത് ഫീൽഡിലും അങ്ങനെ തന്നെ ആയിരിക്കും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇവിടെ ഒത്തിരി ഓൺലൈൻ കോഴ്സുകളും അതേപോലെ ഓഫ്ലൈൻ കോഴ്സുകളും ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിപ്പിക്കാനായിട്ടുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് വഴി നമുക്ക് കുറച്ച് നോളജ് മാത്രമേ കിട്ടുകയുള്ളൂ. ബട്ട് പ്രാക്ടിക്കലി ചെയ്താണ് ഇതിനകത്തൊരു എക്സ്പേർട്ട് ആവാൻ സാധിക്കുകയുള്ളൂ. പാഷനോട് കൂടിയ കണ്ടിന്യൂസ് ആൻഡ് പ്രോപ്പർ വർക്കിങ്ങിലൂടെ നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്രൊഫഷനിൽ നല്ലൊരു സക്സസ് നേടാൻ സാധിക്കും. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ട ആദ്യത്തെ സ്കില്ലെന്ന് പറയുന്നത് കണ്ടന്റ് റൈറ്റിങ്ങിൽ ഒരു ബേസ് നോളജ് ഉണ്ടായിരിക്കുന്നതാണ്. ആശയങ്ങളെ വ്യക്തമായി പല മീഡിയയിലൂടെ ആളുകളിലേക്ക് എത്തിക്കുന്ന റോളാണ് കണ്ടന്റ് റൈറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലെ കണ്ടന്റ് റൈറ്റിംഗ് വരുന്നത് മോസ്റ്റ് പ്രോബബ്ലി ഇംഗ്ലീഷിലായിരിക്കും. ക്രിയേറ്റീവായിട്ട് കണ്ടന്റ് എഴുതാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ധൈര്യമായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പോകാവുന്നതാണ്. അഥവാ നിങ്ങൾക്ക് കണ്ടന്റ് റൈറ്റിംഗ് സ്കിൽ കുറവാണെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് ഒരാളെ ഫ്രീലാൻസറായിട്ട് നമുക്ക് കണ്ടന്റ് റൈറ്റിങ്ങിൽ വെക്കാവുന്നതാണ്. ഇതിനകത്തൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് കണ്ടന്റ് എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ അവരുള്ള ഡിപ്പെൻഡൻസി കൂടും, അവർക്ക് കൂടുതൽ പൈസ കൊടുക്കേണ്ടതായിട്ട് വരും. സോ കണ്ടന്റ് മാർക്കറ്റിങ്ങിനുള്ള സ്കില്ല് വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അതുപോലെ തന്നെ കോപ്പി റൈറ്റിംഗ് സ്കില്ല് അത് ഉണ്ടായിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. കോപ്പി റൈറ്റിംഗ് എന്ന് വെച്ചാൽ വേറൊരു കണ്ടന്റ് എടുത്തിട്ട് അതിനകത്ത് എന്താ എഴുതിയേക്കുന്നുള്ള അതിൻ്റെ ആശയം മനസ്സിലാക്കിയതിന് ശേഷം നമ്മുടെ രീതിയിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നു. അതിനെയാണ് ഈ കോപ്പി റൈറ്റിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് കോപ്പി റൈറ്റിംഗ് സ്കില്ലും കണ്ടന്റ് റൈറ്റിംഗ് സ്കില്ലും ഉള്ളത് നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മുന്നോട്ട് പോകാൻ വളരെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അടുത്ത പോയിന്റാണ് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ വെബ്സൈറ്റിൻ്റെ ആവശ്യകത ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. വെബ്സൈറ്റ് സെറ്റപ്പ് ചെയ്തെടുക്കുക എന്നുള്ളത് വേർഡ്പ്രസ് എന്ന പ്ലാറ്റ്ഫോം വഴി വളരെ എളുപ്പമാണ്. വേർഡ്പ്രസ് വർക്കിംഗ് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് അടുത്ത പോയിന്റ്. വേർഡ്പ്രസ്സിലൂടെയുള്ള ക്രിയേഷൻ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നതാണ്. എന്തെന്നാൽ വേർഡ്പ്രസ് വെബ്സൈറ്റ് ഗൂഗിളിൽ വളരെ സെർച്ച് ഫ്രണ്ട്ലിയാണ്. 80% ഓഫ് ഡിജിറ്റൽ മാർക്കറ്റേഴ്സും യൂസ് ചെയ്യുന്നത് വേർഡ്പ്രസ് തന്നെയാണ്. അടുത്തതായിട്ട് ഡിസൈനിങ് സ്കിൽ ഒരു പരിധി വരെ ഉണ്ടെങ്കിൽ നമുക്കത് തീർച്ചയായിട്ടും ഉപകാരപ്രദമാകും. ഫോട്ടോഷോപ്പ് അറിയുന്നത് ഒരു പ്ലസ് പോയിന്റ് തന്നെയായിരിക്കും. പല സൈറ്റുകളിലും ക്രിയേറ്റീവായിട്ട് ഡിസൈൻ ഉണ്ടാക്കാൻ ഉള്ള മെക്കാനിസം ഇപ്പോൾ അവൈലബിൾ ആണ്. ഇതിൽ തന്നെ ഒന്നാമതായിട്ട് കണ്ടുവരുന്നതാണ് ക്യാൻവ എന്ന് പറയുന്ന ഒരു ഡിസൈനിങ് സൈറ്റാണ്. അതിനകത്ത് തന്നെ കുറേ ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ക്രിയേറ്റീവായിട്ട് ചെയ്യാനും വളരെ ഈസി ആയിട്ട് നമുക്ക് ടൈം അധികം സ്പെൻഡ് ചെയ്യാണ്ട് തന്നെ ഡിസൈനിലോട്ട് ഇറങ്ങാനും വളരെ ഹെൽപ്ഫുൾ ചെയ്യുന്ന ഒരു സൈറ്റ് തന്നെയാണ് ക്യാൻവ. ഇതുപോലെ തന്നെ വേറെ പല സൈറ്റുകളും അവൈലബിൾ ആണ്. അടുത്തതായിട്ട് നമുക്ക് വേണ്ട ഒരു സ്കിൽ എന്ന് പറയുന്നത് ഡേറ്റ അനലിറ്റിക്സ് ആണ്. ഡേറ്റ അനാലിസ് ചെയ്യാൻ ഒരു ഐഡിയ ഉണ്ടായിരിക്കേണ്ട ഒരു ആവശ്യകത ഇതിനകത്തുണ്ട്. എന്തെന്നാൽ ഇതിലൂടെ എത്ര റീച്ച് എത്തി, എത്ര പേര് നമ്മുടെ വെബ്സൈറ്റിൽ വന്നു, എത്ര കൺവേർഷൻ അതിനകത്ത് നിന്ന് നടന്നു, ഇതെല്ലാം നമുക്ക് ഡേറ്റ അനാലിസിലൂടെ നമുക്ക് അറിയാൻ പറ്റും. ഇനിയുള്ള ഡിജിറ്റൽ വേൾഡിൽ ഈ പറഞ്ഞവയെല്ലാം അനിവാര്യമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ ആവശ്യമായി വരുന്ന ചില സ്കില്ലുകളെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞത്. ഇതുപോലുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗിൻ്റെയും ടെക് വീഡിയോകൾക്കായി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുക. ഇത് ഉപകാരപ്രദമാവുന്ന ഫ്രണ്ട്സിന് നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.